പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളായ ഞങ്ങൾ എല്ലാവരെയും നന്ദിയോടെ അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഈശോയാൽ നിറയപ്പെട്ട് അവിടുത്തെ കൃപയാലും ജീവന സമൃദ്ധിയാൽ നിറയപ്പെട്ട് അവിടുത്തെ തന്നെ യുദ്ധം ചെയ്യുന്ന ഒരു ജീവിതം സ്വന്തമാക്കി ജീവിക്കാൻ ഞങ്ങളെ അനുവദിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ വലിയ കരുണയോട് ചേർന്ന് നിൽക്കാനുള്ള വലിയ ഭാഗ്യം അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. ഒരിക്കൽ കൂടി ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ അടിമത്വത്തിൽ നിന്നും, എല്ലാ ബന്ധനത്തിൽ നിന്നും, ഇരയായി പോയ എല്ലാ അവസ്ഥയിൽ നിന്നും ഞങ്ങളുടെ മക്കളെ വിടുവിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും സ്നേഹത്തിലേക്കും ഐക്യത്തിലേക്കും നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലേവിയുടെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 13-ാം വചനം ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങൾ നിവർന്ന് നിൽക്കേണ്ടതിന് നിങ്ങളുടെ നുഖത്തിന്റെ കെട്ടുകൾ ഞാൻ പൊട്ടിക്കും. കർത്താവിന്റെ വലിയ വാഗ്ദാനമാണ്. ഇന്ന് നമ്മുടെ മക്കൾക്ക് നിവർന്ന് നിൽക്കാൻ പോലും പറ്റാത്ത വിധത്തില് ചില നുഖത്തിന്റെ കെട്ടുകൾ കൊണ്ട് കെട്ടപ്പെട്ട അവസ്ഥയിൽ കഴിയുന്നു. നമ്മളിന്ന് ചിന്തിക്കുന്ന ഒരു വലിയൊരു മേഖല മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ടു പോയ മക്കൾ. ഈ മൊബൈൽ ഗെയിമുകൾ എന്ന് പറഞ്ഞാല് അച്ഛൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, അത് മറക്കാണ്ടിരിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും നമ്മളത് അറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈ പിശാചിനെ ആരാധിക്കുന്ന ഫ്രീമേസൺസും ഇലൂമിനാറ്റിക്കാരും പിശാചിന്റെ വക്താക്കളുണ്ട്. പിശാചിന് വേണ്ടി തന്നെ ജീവിതം, സമ്പത്ത്, സമയം, കഴിവ്, മീഡിയ, മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന അനേകം മക്കളുണ്ട്. പിശാചിനെ ആരാധിക്കുന്നവർ, പിശാചിന്റെ സന്തതികൾ. ഇവര് പടച്ചുവിടുന്നതാണ് ഗെയിമുകൾ. ഇവരാണ് ഉണ്ടാക്കി വിടുന്നത്. ആ ഉണ്ടാക്കി വിടുമ്പോൾ അത് പിശാചിന്റെ പ്രോപ്പർട്ടിയാണ്. പിശാചിന് അടിയറ വച്ച കളിയാണ്. അതുകൊണ്ട് കളികൾ നോക്കി കൊല്ലുന്ന, നശിപ്പിക്കുന്ന, വിട്ടുവീഴ്ത്തുന്ന, വെടിവെച്ചിടുന്ന, നശിപ്പിച്ചില്ലാതാക്കുന്ന എല്ലാ പിശാചിന്റെ പ്രവൃത്തികളാണ് ഗെയിമുകളൊക്കെ. ഇങ്ങനെയുള്ള ഗെയിമുകൾ അല്ലാതെ നല്ല ഗെയിമുകളൊക്കെ ഉണ്ട്. നമ്മുടെ വചനമായിട്ട് ബന്ധപ്പെട്ട നന്മയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ മക്കള് അടിമപ്പെട്ട് പോകുന്ന ഗെയിം നോക്കോ പൈസാധികമാണ്. ബ്ലൂ വെയില്, പബ്ജി, ഡെവിള്, അങ്ങനെ കുറെ പൈസാധികമായ കളികളുണ്ട്. ഇതൊക്കെ തന്നെ നമ്മുടെ മക്കളെ വയലൻസിലേക്ക്, ഇവൻ ആത്മഹത്യയിലേക്ക്, കൊലപാതകത്തിലേക്ക്, മ്ലേച്ഛതയിലേക്ക് നയിക്കുന്ന പിശാചിന്റെ സ്വന്തമാക്കി മാറ്റുന്ന ഗെയിമുകൾ. ഈ ഗെയിമുകള് ഡൗൺലോഡ് ചെയ്യുമ്പോ കുറെ എഗ്രിമെന്റുകൾ ചെയ്തിട്ടാണ് ഗെയിം കളിക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാലോ. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ കുഞ്ഞിനെ പിശാചിന്റെ അവകാശമാക്കിയിട്ട് അവര് മാറ്റും. പിശാചിന്റെ ആ അവകാശം, ആധിപത്യം, അവനുമായിട്ട് ബന്ധപ്പെട്ട ശക്തി, കൊല്ലുന്ന ശക്തി, വയലൻസ് ആക്കുന്ന ശക്തി, ഇതെല്ലാം കൊണ്ടും നമ്മുടെ മക്കളെ അങ്ങോട്ട് നിറച്ചു കളയും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു കെണിയുണ്ട്, സാത്താന്റെ കെണി. ഇങ്ങനെ പെട്ടുപോയവനെ നമുക്ക് നമ്മുടെ മക്കൾക്ക് നിവർന്ന് നിൽക്കാൻ പറ്റില്ല. അവന് കെട്ടിവെച്ച കെട്ടാണിത്. അതുകൊണ്ട് കർത്താവിന് വചനം, ഇന്നലത്തെ വചനം യെശയ്യാ 49, 24, 25, ഇന്ന് ലേവിയുടെ പുസ്തകം 26, 13, ഇനി ഒത്തിരി വചനങ്ങൾ, വിടുതലിന്റെ വചനങ്ങളൊക്കെ ഉണ്ട്. ഇത് അവകാശപ്പെട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. വിടുവിക്കണം നമ്മുടെ മക്കളെ. നമ്മുടെ മക്കള് കൂനി നിൽക്കാൻ പാടില്ല. നമുക്കറിയാം, ഒത്തിരിയേറെ മക്കള് രാവും പകലുമില്ലാതെ ഗെയിം കളിച്ച് അതിനടിമകളായിട്ട് മാറി. പഠനത്തിൽ കൂനിപ്പോയി, ജീവിതത്തിൽ കൂനിപ്പോയി, വിശുദ്ധിയിൽ കൂനിപ്പോയി. നിവർന്ന് നിൽക്കാൻ പറ്റണില്ല, ആത്മവിശ്വാസം പോയി. ഇന്ന് മിക്കവാറും മക്കള് ഫുൾ ടൈം ഈ കുമ്പിട്ടിരിക്കുക. നിവർന്നിരിക്കുന്ന മക്കളെ കാണാറുണ്ടോ? ഒരു 10-15 പേര് ഒരുമിച്ച് കൂടിയാൽ സാധാരണ പണ്ടൊക്കെ നിവർന്ന് സംസാരിക്കും. ഇന്ന് എല്ലാ മക്കളും തന്നെ അപ്പം തന്നെ കൂനി നിൽക്കും മൊബൈലിന്റെ മുമ്പിൽ. കൂനിപ്പോയ മക്കള്. കർത്താവ് പറയാണ്, ഇതൊരു കെട്ടാണ്. അതുകൊണ്ട് നിവർന്ന് നിൽക്കേണ്ടതിന് നുഖത്തിന്റെ കെട്ടുകൾ ഞാൻ പൊട്ടിക്കും. ഈശോയെ, നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുക. നമ്മുടെ മക്കള് ഇങ്ങനെ സാത്താന്റെ നുഖത്തിന്റെ കീഴിൽ കെട്ടപ്പെട്ട കെട്ടിനെ പൊട്ടിച്ചെറിയുന്ന കർത്താവിന്റെ ശക്തമായ പ്രവൃത്തിയെ, വാഗ്ദാനത്തെ അവകാശമാക്കി സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെ മക്കളെ നമുക്ക് നിവർത്തി നിർത്താൻ പറ്റണം. വീണ്ടും അച്ഛൻ പറയാ, ഇതൊരു ആത്മീയ പോരാട്ടമാണ്. കൗൺസിലിംഗ് കൊണ്ട് കാര്യമില്ല. പ്രിയപ്പെട്ട മക്കളെ, ഇതിന് പൈശാചിക ശക്തിയാണ്. വിട്ടുപോകണമെങ്കിൽ ദൈവത്തിന്റെ ശക്തി പ്രകടമാകണം.
ദൈവത്തിന്റെ വചനം, വാഗ്ദാനം, കൂദാശകൾ, തിരിച്ചുവരവ്, ആ വലിയ ശക്തി പ്രകടമാക്കണം, ആകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങല്ല പറഞ്ഞേ നിങ്ങൾ നിവർന്നു നിൽക്കേണ്ടതിന് നിങ്ങളുടെ മുഖത്തിന്റെ കെട്ടുക ഞാൻ പൊട്ടിക്കുമെന്ന് ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെ കെട്ടിപ്പൊട്ടി വെച്ചിരിക്കുന്ന ഗെയിമുകളാകുന്ന ആ നുഖത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മക്കളെ നിവർത്തി നിർത്തണം. സ്വഭാവത്തില്, പഠനത്തില്, സാമ്പത്തിക മേഖലയില്, ജോലി മേഖലയില്, വിശുദ്ധിയില് ഞങ്ങളുടെ മക്കളെ നിവർത്തി നിർത്തുന്ന വലിയ ശക്തി വാഗ്ദാനം പൂർത്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെയൊക്കെ ഒന്ന് ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ കുറ്റം പറയുമ്പോൾ അല്ലെങ്കിൽ പലതും എന്ന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കൂടുതൽ വയലന്റ് ആവുള്ളൂ മക്കള്. നമുക്കറിയാം, ഇന്ന് മക്കളോട് അതിൽ പറയാൻ പോലും കാരണന്മാർക്ക് പേടിയാണ്. കാരണം ഈ മക്കള് വേണമെങ്കിൽ അതിന്റെ പേര് പോയി തൂങ്ങി മരിക്കും, ആത്മഹത്യയും. മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരില് ഈ ദിവസങ്ങളൊക്കെ എത്രയോ മക്കൾ ആത്മഹത്യ എന്ന് പറയുന്നു. അത് പിശാചിന്റെ പ്രവൃത്തിയാണ്. ഈ കെട്ട് നമ്മുടെ മക്കളുടെ മേൽ കെട്ടപ്പെട്ട് കിടക്കുമ്പോ കൊല്ലുന്ന, നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന സ്വഭാവവും പ്രവൃത്തിയും കൊണ്ട് നമ്മുടെ മക്കളെ അവൻ നശിപ്പിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് നിവർത്തി നിർത്തണം. ദൈവമക്കളുടെ കരുത്തോടെ, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ, വിശുദ്ധിയുടെ കരുത്തോടെ, ആത്മവിശ്വാസത്തിന്റെ കരുത്തോടെ നിവർന്നു നിൽക്കുന്ന മക്കളായിട്ട് നമ്മുടെ മക്കൾ മാറട്ടെ. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദൈവികാന സന്നദ്ധിയിൽ ഈ ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മൊബൈൽ ഗെയിം ആകുന്ന പൈശാചിക കെണിയിൽ നിന്ന്, പൈശാചികമായ ദുഃഖത്തിന്റെ കെട്ടിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ വിടുവിച്ചുകൊണ്ട് അങ്ങയുടെ വചനവും വാഗ്ദാനവും പ്രകാരം ഞങ്ങളുടെ മക്കളെ നിവർത്തി നിർത്തണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയോ മക്കളെ വിളിക്കുന്നറിയോ മൊബൈല്. ഇന്ന് വിളിക്കുന്ന ഒരു 100% കേസിന്റെയും നാശത്തിന്റെയും തകർച്ചയുടെയും തോൽവിയുടെയും എല്ലാത്തിന്റെയും കാരണം മൊബൈൽ. രാവും പകലും ഇല്ലാത്ത രീതിയിലുള്ള മൊബൈൽ ചോദിച്ചു വാങ്ങിച്ച അപ്പ വയലിന്റെ ഒച്ചപ്പാട് തല്ലിപ്പൊളി വലിച്ചെറിഞ്ഞ് സാത്താൻ കെട്ടിവെച്ച ഈ നുഖത്തിന്റെ കീഴിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന മക്കള്, കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ശക്തി പ്രകടമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് തന്നെ വിടുവിക്കട്ടെ. കർത്താവ് തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി പോരാടട്ടെ. നമ്മുടെ മക്കളുടെ കെട്ടുകൾ പൊട്ടിക്കട്ടെ. നമ്മുടെ മക്കളെ, നമ്മളെയും നിവർത്തി നിർത്തട്ടെ. സൗഖ്യത്തില്, സമാധാനത്തില്, വിശുദ്ധിയില്, പഠനത്തില്, ജോലിയില്, ബിസിനസ്സില് സമയം നന്നായിട്ട് ഉപയോഗിച്ച് നിവർത്തി നിർത്തട്ടെ. വലിയ പ്രാർത്ഥനയോടെ ദിവ്യാനുസാരം നമുക്കായിരിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ മക്കളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ടും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ടും ഞങ്ങളായിരിക്കുമ്പോൾ അങ്ങയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങളിൽ പൂർത്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഇന്ന് ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണല്ലോ, നിങ്ങൾ നിവർന്ന് നിൽക്കേണ്ടതിന് നിങ്ങളുടെ മുഖത്തിന്റെ കെട്ടുകൾ ഞാൻ പൊട്ടിക്കുമെന്ന്. ഈശോയെ, അങ്ങ് ഞങ്ങളെ നിവർത്തി നിർത്തണം. ഇന്ന് നിവർത്തി നിൽക്കാൻ പറ്റാത്ത വിധം ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ ജീവിതങ്ങള്, ഞങ്ങളുടെ കുടുംബങ്ങള് കെട്ടപ്പെട്ട് കിടക്കുന്ന മേഖലകളുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങള് കണ്ട മേഖലയാണല്ലോ കർത്താവെ മൊബൈൽ ഗെയിമുകള്. 24 മണിക്കൂർ കെട്ടപ്പെട്ട് കിടക്കുന്ന വലിയ മൊബൈൽ കളികള്, ഗെയിമുകള്, അതിലൂടെ കടന്നു വന്ന പൈശാചിക ശക്തികള്, ദുരാത്മാക്കള്, ഇവൻ ആത്മഹത്യക്ക് പോലും മടിയില്ലാത്ത വിധത്തിൽ ഞങ്ങളുടെ മക്കളെ കെട്ടിപ്പൊട്ടി വച്ചിരിക്കുന്ന പൈശാചിക ആധിപത്യങ്ങള്, അധികാരങ്ങള്, കർത്താവെ അതെല്ലാം പൊട്ടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വന്ന വലിയ പൈശാചിക കെട്ട് ഞങ്ങളുടെ മക്കളുടെ പഠനത്തെ നശിപ്പിച്ചു, സ്വഭാവത്തെ നശിപ്പിച്ചു, പ്രാർത്ഥനാ ജീവിതത്തെ നശിപ്പിച്ചു, ആത്മീയതയെ നശിപ്പിച്ചു, കുടുംബ ബന്ധത്തെ നശിപ്പിച്ചു, എല്ലാ ബന്ധങ്ങളും നശിപ്പിച്ചു. അവൻ കെട്ടിപ്പൊട്ടി വച്ചു. മൊബൈൽ ഗെയിമിലൂടെ കെട്ടപ്പെട്ട മക്കളെ സമർപ്പിക്കുന്നു. അർദ്ധയ്ക്ക് മക്കളെ, ഒത്തിരിയേറെ മക്കള് ഇന്ന് വിളിക്കുന്ന അച്ഛൻ പറഞ്ഞില്ലേ, ഒരു 99% മക്കളും ഈ പിടിപ്പെട്ടുപോയി, ഈ കെട്ടിൽ കെട്ടപ്പെട്ടു പോയി. കർത്താവേ, ഞങ്ങളുടെ മക്കളെ വിടുവിക്കണം. അങ്ങയുടെ വാഗ്ദാനം അങ്ങ് പറഞ്ഞ പോലെ നിവർന്ന് നിൽക്കാൻ അങ്ങ് പൊട്ടിക്കുമെന്ന് പറഞ്ഞില്ലേ, പൊട്ടിക്കണം. ഇന്നലെ പറഞ്ഞില്ലേ, ഞാൻ പോരാടുമെന്ന് പറഞ്ഞില്ലേ, ഞങ്ങളുടെ മക്കൾ രക്ഷിക്കുമെന്ന് പറഞ്ഞില്ലേ. അങ്ങ് പോരാടണം, അങ്ങ് പൊട്ടിക്കണം, അങ്ങ് രക്ഷിക്കണം, അങ്ങ് മോചിപ്പിക്കണം. അങ്ങയുടെ മക്കളാ, അങ്ങയുടെ അവകാശമാ, അങ്ങയുടെ സ്വന്തമാ ഞങ്ങളുടെ മക്കള്. ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ പരമാധികാരവും
അങ്ങയുടെ സർവാധിപത്യവും അങ്ങയുടെ സർവാധിശക്തിയും ഞങ്ങളുടെ മക്കളെ പ്രകടമാക്കിക്കൊണ്ട് കർത്താവെ, ഞങ്ങളുടെ മക്കളെ വിടുവിക്കണമേ, ഞങ്ങളെയും വിടുവിക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഇവരുടെ വീട്, സാമ്പത്തിക മേഖല, ജോലി മേഖല എല്ലാം മോചിപ്പിക്കണമേ. ഈ ദിവസങ്ങളിൽ വലിയ വിമോചനത്തിലേക്ക്, വലിയ സ്വാതന്ത്ര്യത്തിലേക്ക്, വലിയ ശക്തിയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളെല്ലാവരും അങ്ങയുടെ മക്കളെ പോലെ നിവർന്ന് നിൽക്കട്ടെ. ഞങ്ങൾ നിവർന്ന് നിൽക്കട്ടെ. ഞങ്ങൾ നിവർന്ന് നിൽക്കട്ടെ. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥനയിലൊക്കെ ആയിരിക്കാൻ ഇടയാകട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ദിവസങ്ങളൊക്കെ വലിയൊരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ഒരു കുറച്ച് ദിവസങ്ങൾ ഓരോരോ മേഖലകൾ നമ്മൾ ധ്യാനിച്ചതിന് ശേഷം ശക്തമായ ഒരു വിടുതൽ ശുശ്രൂഷ നമ്മൾ ചെയ്യും. ആത്മാർത്ഥമായിട്ട് പിശാചിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കർത്താവിന്റെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിച്ച് കർത്താവിന്റെ കുരിശിലെ എല്ലാ രക്ഷാകര പ്രവൃത്തികളും അവകാശപ്പെട്ട് നമ്മൾ പ്രാർത്ഥിക്കും. നിങ്ങൾ നന്നായിട്ടൊക്കെ പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. ഈശോ നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, ഒത്തിരി ചേർത്ത് പിടിക്കുന്നുണ്ട്, ഒന്നിനും കുറവില്ലാതെ നയിക്കുന്നുണ്ട്. അതിന് നമ്മളെല്ലാവരും കാരണക്കാരാണ്. ഈശോ നമ്മളെല്ലാവരും അതിനായിട്ടൊക്കെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ശുശ്രൂഷയിൽ സഹായിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. നമുക്ക് നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം ദിവ്യകാനസാന്നിധ്യം സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കർത്താവിന്റെ വിടുവിക്കുന്ന ശക്തി പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഏതെങ്കിലും പ്രത്യേക മേഖലകൾക്ക് വേണ്ടി ഈ മേഖലയിൽ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ നിശബ്ദമായിട്ട് ദിവ്യകാനസാന്നിധ്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് ആശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. മക്കളെ, ഈശോ അനുഗ്രഹിക്കും. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവിനെ ശക്തി പ്രകടമായിട്ട് എല്ലാ മക്കളും നിവർന്ന് നിൽക്കാനിടയാകത്തക്ക വിധം മുഖത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കുന്ന ശക്തി പ്രകടിപ്പിക്കണമേ, പ്രവഹിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ച് നന്ദി പറഞ്ഞ് സ്വീകരിക്കും മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.